നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ദിവ്യ എന്നാണ്. ഞാൻ അമൃത ഹോസ്പിറ്റലിലെ ജെറിയാട്രിക്സ് വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വീഴ്ചകളും അത് കൊണ്ടുണ്ടാകുന്ന വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങളെയും പറ്റിയിട്ടാണ്. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ആൾക്കാർ കാഷ്വാലിറ്റിയിലും ഒക്കെ വീണിട്ട് വരുന്ന ഒരവസ്ഥയുണ്ട്. പ്രായമായതിൽ വീഴ്ച ഒരു പ്രശ്നങ്ങളുടെ ഒരു തുടക്കം ആയിട്ടാണ് നമ്മൾ വരുന്നത്. വീണ് കഴിയുമ്പം മിക്കവർക്കും എല്ലുകൾ ഫ്രാക്ചർ ആകുകയും അത് കാരണം കിടപ്പിലാകുകയും പിന്നെ സർജറി വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അത് എല്ലാം നമ്മൾ എന്നും കാണുന്നതാണ്. ഇതിനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വീഴ്ചകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. വീഴ്ചകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖങ്ങൾ, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം കൺട്രോളിൽ വെക്കണം. ഷുഗർ കൂടിപ്പോയാലും നമുക്ക് അബോധാവസ്ഥയും വീഴ്ചകളും ഒക്കെ വരാം. കുറഞ്ഞു പോയാലും നമുക്ക് ഷുഗർ കുറഞ്ഞ് തളർന്ന് വീഴാനായിട്ടുള്ള സാധ്യതകളാണ്. അതുപോലെ തന്നെ പ്രഷർ കൂടിയാൽ നമുക്ക് സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങളൊക്കെ വന്ന് വീഴാൻ സാധ്യതകളുണ്ട്. അതല്ല, കുറഞ്ഞു പോയാലും നമുക്ക് തളർച്ചയും അബോധാവസ്ഥയും വരാവുന്നതാണ്. അങ്ങനത്തെ അസുഖങ്ങളൊക്കെ എപ്പോഴും നമുക്കൊരു കൺട്രോളിലാണെന്ന് ഉറപ്പ് വരുത്തണം. കുറേ വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കൺട്രോളാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത് കൂടാതെ നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾ പല മരുന്നുകൾ കഴിക്കുന്നുണ്ടാകാം. ആ മരുന്നുകളുടെ ഒരു സൈഡ് ഇഫക്റ്റായിട്ട് നമ്മുടെ ബി പി കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കിടക്കുമ്പോഴത്തെ ബി പിയും നിൽക്കുന്നപ്പോഴത്തെ ബി പിയും തമ്മിൽ ഒത്തിരി വ്യത്യാസം വരികയോ ഒക്കെ വരുമ്പോഴും നമുക്ക് വീഴ്ചകൾ വരാറുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഡോക്ടേഴ്സിനെ കാണുമ്പം നമ്മളുടെ പ്രശ്നം പറഞ്ഞ് മരുന്ന് വാങ്ങുക കൂടാതെ നമ്മുടെ എല്ലാ മരുന്നുകളും കൊണ്ടുപോയി ഇതെല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാവുന്നതാണോ, ഇതിനകത്ത് എന്തെങ്കിലും കുറയ്ക്കേണ്ടതുണ്ടോ കൂട്ടേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ ഒരു 1-2 തവണയെങ്കിലും മിനിമം അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ഇത് കൂടാതെ നമുക്ക് വീഴ്ചകൾ വരാനായിട്ടുള്ള വേറൊരു സിറ്റുവേഷനാണ് നമ്മുടെ എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ വീടും പരിസരവും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന രീതികൾ. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കും സമയം അത്ര ഇല്ലാത്തത് കൊണ്ടും വഴുക്കലൊക്കെ വന്ന് കിടന്നാലും നമ്മൾ നാളെ ചെയ്യാം എന്ന് വിചാരിച്ച് നീട്ടി വയ്ക്കുമ്പോഴായിരിക്കും ഇന്ന് അതിൽ വഴുതി ആരെങ്കിലും വീഴുന്നത്. അതുകൊണ്ട് വഴുക്കൽ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി ഇന്ന് തന്നെ അത് ബ്ലീച്ചിങ് പൗഡറോ എന്തെങ്കിലും ഇട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അതൊരു പ്രയോറിറ്റി ആയിട്ട് തന്നെ നമ്മൾ കാണണം. അതുകൂടാതെ അടുക്കളയിലോ അല്ലാതെ നമ്മളുടെ ടൈൽസ് ഉള്ള സിറ്റിംഗ് റൂമിലോ ഒക്കെ ആണെങ്കിൽ വെള്ളം, എണ്ണ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് താഴെ വീണാൽ അത് അപ്പം തന്നെ തുടച്ച് മാറ്റുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കണം. കാരണം ചിലപ്പം നമ്മൾ പിന്നീട് എന്ന് വിചാരിക്കുമ്പം ചിലപ്പോൾ അത് വിട്ടുപോകും. പിന്നെ അതിൽ തന്നെ വീഴാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ സ്ഥിരം വെള്ളമൊക്കെ വീഴുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങുന്ന ആ സ്റ്റെപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ ഇവിടെയൊക്കെ എപ്പോഴും വെള്ളം വീഴുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ വഴുക്കൽ വരാനും സാധ്യതയുണ്ട്. കൂടാതെ വെറുതെ വെള്ളം കിടന്നാൽ തന്നെ നമുക്ക് തെന്നി വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു നോൺ സ്ലിപ്പ് ഫ്ലോർ മാറ്റ്സ് കിട്ടും റബ്ബറിൻ്റെ. അത് വാങ്ങി വിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രായമായവർ നടക്കുമ്പം അവർ തെന്നാതിരിക്കും. അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ നമുക്ക് റെയിലിങ്സ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. റെയിലിങ്സ് ബാത്റൂമിൽ മാത്രമല്ല, ഈവൻ ഈ വീടിന് പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു 2-3 സ്റ്റെപ്പിലും റെയിലിങ്സ് ഉണ്ടെങ്കിൽ പ്രായമായവർക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അത് പിടിച്ച് ഇറങ്ങാനായിട്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ തന്നെ നമ്മൾ നോക്കുമ്പം വീഴ്ചകൾ നമുക്ക് തടയാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വേണമെന്ന് വിചാരിച്ച് വീഴുന്ന അല്ലല്ലോ, അതിന് നമ്മൾ എന്തെടുക്കാനാന്ന് വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്. വീഴ്ചകൾ തടയാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്തിരിക്കണം. ഇത് കൂടാതെ വീട്ടിൽ ചെറിയ ചെറിയ ചവിട്ടികൾ, തുണികളൊക്കെ നമ്മളിപ്പം മഴക്കാലം കൂടിയൊക്കെ ആയതുകൊണ്ട് ചെളി ചവിട്ടി കയറ്റാതിരിക്കാനായിട്ട് നമ്മളിടും. ഈ മിക്ക ചവിട്ടികളും നമ്മുടെ ആൻറ്റി സ്ലിപ്പ് അല്ല. അതായത് അടിയിൽ റബ്ബർ ഒക്കെ ഉള്ളതാണെങ്കിൽ തെന്നിപ്പോകത്തില്ല. പക്ഷേ മിക്ക ചവിട്ടികളും നമ്മൾ ഉപയോഗിക്കുന്ന തെന്നുന്ന ചവിട്ടികളാണ്, അതും ഈ ടൈൽസിൻ്റെ പുറത്ത്. അതുകൊണ്ട് അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചവിട്ടികൾ വാങ്ങുമ്പം തെന്നാത്ത ടൈപ്പിലുള്ള ചവിട്ടികളെ വാങ്ങാവുള്ളൂ. അതും
കഴിവതും നമ്പർ കുറയ്ക്കുക. ഒത്തിരി ചവിട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചവിട്ടികളിൽ തട്ടിയാണെങ്കിലും വീഴാൻ സാധ്യതയുണ്ട്. കാർപ്പറ്റ്സ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സൈഡ് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെക്കണം. അതിൽ തട്ടി വീഴരുത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കൂടാതെ നമുക്കിപ്പം വീഴ്ച പിന്നെ പിള്ളേരൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിലും ടോയ്സ് അതൊക്കെ നമ്മളുടെ അവിടെ എവിടെയും കിടക്കാതെ ഉപയോഗം കഴിയുമ്പോഴേ എടുത്ത് മാറ്റി വയ്ക്കുന്ന ഒരു ശീലം വീട്ടിലുണ്ടാക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പം നമ്മൾ വീണെന്നിരിക്കും അല്ലേ. ചില സിറ്റുവേഷൻസ് ചിലപ്പം ഇതെല്ലാം കാരണമല്ല, പെട്ടെന്നൊന്ന് തലകറങ്ങി വീണു, അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ കസേരയിലൊന്ന് ഇരിക്കാൻ പോയി, കസേര ഒന്ന് തെന്നി, അപ്പം നമ്മളൊന്ന് ഇരുന്ന് പോയി. അങ്ങനെയൊക്കെ വരുമ്പോൾ പോലും പ്രായമായവർക്ക് ചിലർക്ക് ഫ്രാക്ചേഴ്സ് വരാം. ഈ ഫ്രാക്ചേഴ്സ് വരാനായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ബലം കുറയുന്നത് കൊണ്ടാണ്. അപ്പം എല്ലിൻ്റെ ബലം കുറയാനായിട്ട് പ്രായമായവരിൽ പല പല കാരണങ്ങളുണ്ട്. ചിലരൊക്കെ വേറെ പല അസുഖത്തിന് വേണ്ടി സ്റ്റിറോയിഡ് പോലത്തെ മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ചിലരുടെ ആഹാരത്തിൽ തന്നെ കാൽഷ്യം കാര്യങ്ങളൊക്കെ കുറവായിരിക്കാം. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ പൊതുവേ ആരും വെയിലത്ത് അങ്ങനെ പണിയെടുക്കാറില്ല, ജോലിക്ക് പോകാറില്ല. അപ്പം വെയിൽ ആവശ്യത്തിന് കൊള്ളാത്തതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവും കാൽഷ്യത്തിൻ്റെ കുറവും ഒക്കെ കൊണ്ട് കുറയുന്നതായിരിക്കാം. പിന്നെ സ്ത്രീകളിൽ പൊതുവെ നമ്മുടെ പീരിയഡ്സൊക്കെ നിന്ന് കഴിയുമ്പോൾ മെനപ്പോസ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ ബോൺസിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഈ ചെറിയ ചെറിയ വീഴ്ചകളിലും നമുക്ക് ഫ്രാക്ചേഴ്സ് ഉണ്ടാകാം. അപ്പം അതിനായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ എല്ലിന് ബലക്കുറവുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നേരത്തെ തന്നെ നോക്കാൻ പറ്റും, സ്ക്രീനിങ് ചെയ്യാൻ പറ്റും. അപ്പം ഡെക്സ എന്ന് പറഞ്ഞ് നമുക്ക് സ്കാനിങ്സ് ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലിന് ബലക്കുറവുണ്ട് എന്നാണെങ്കിൽ അതിനായിട്ടുള്ള ചികിത്സകളും ഉണ്ട്. ഈ ചികിത്സകൾ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഫ്രാക്ചർ ഒരിക്കലും വരത്തില്ല എന്നല്ല, പക്ഷേ നമ്മുടെ എല്ലിൻ്റെ ബലക്കുറവ് കൂട്ടാൻ പറ്റും. ചെറിയ വീഴ്ചകളിലൊന്നും ഫ്രാക്ചർ വരാതെ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. വലിയ വീഴ്ചകളിൽ ഇപ്പം അത് ആര് വീണാലും ഫ്രാക്ചർ ആകുന്ന വീഴ്ചകളിൽ എന്തായാലും നമുക്ക് ഫ്രാക്ചേഴ്സ് വരും. പക്ഷേ അല്ലാത്ത ഒരു വലിയൊരു ശതമാനം വീഴ്ചകളും ഫ്രാക്ചേഴ്സും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഓസ്റ്റിയോപൊറോസിസിനെ അഡ്രസ്സ് ചെയ്യുന്നതും ഒത്തിരി സഹായിക്കുന്ന ഒരു ഘടകമാണ്. അങ്ങനെ നമുക്ക് ഈ മഴക്കാലത്ത് കഴിവതും വീഴ്ചകൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും നമ്മളെ ഒരു ആരോഗ്യപരമായിട്ട് വാർദ്ധക്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടി പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.